കേരളത്തിൽ മണ്ണെന്ന് പറയുന്നത് വെറും ഒരു പിടി മണ്ണല്ല. ഇപ്പം തമിഴ്നാട് മുതൽ ഇന്ത്യയുടെ ഏത് ഭാഗം എടുത്താലും അല്ലെങ്കിൽ മറ്റ് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ എടുത്താലും മണ്ണ് ഒരു മൂലധന വസ്തുവല്ല. മണ്ണിന് ആളുകൾ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യും, അതൊരു ക്യാപിറ്റൽ ഗുഡ് തന്നെയാണ്. പക്ഷേ എങ്കിലും കേരളത്തെ പോലൊരു മൂലധന സമ്പ്രദായമല്ല. ഭൂപരിഷ്കരണം നടന്നതിന് ശേഷം വലിയ ചതിയാണ് ഭൂപരിഷ്കരണത്തിലുണ്ടായത്. യഥാർത്ഥത്തിൽ കർഷകരായി നിന്നത് ദളിത് ആദിവാസി വിഭാഗങ്ങളാണ് കൃഷി എടുത്തിരുന്നത്. അവരെ കൊണ്ട് കൃഷി എടുപ്പിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. ആ കൃഷി എടുപ്പിച്ചിരുന്ന ചെറുകിട വിഭാഗത്തിനാണ് പ്രധാനമായും ഭൂമി കിട്ടിയത്. അങ്ങനെ ചെറുകിട വിഭാഗത്തിന് പ്രധാനമായി ഭൂമി കിട്ടിയപ്പോൾ വൻകിട വിഭാഗത്തിന് ഭൂമി കിട്ടാതെ പോയി. വൻകിട വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്രൂപ്പിന്, ഈ പണിയെടുത്തിരുന്ന അടിയാളന്മാർക്ക്, അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്കും ആദിവാസികൾക്കും ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്കും നായരാതി മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്കും, അതായത് ഈ പട്ടിണി ജോലി ചെയ്തിരുന്ന അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മാത്രം വയൽ പണി ചെയ്തിരുന്ന, കൃഷിപ്പണി ചെയ്തിരുന്ന സാധാരണക്കാർ എല്ലാ ജാതിയിലും ഉണ്ടായിരുന്നു. കൂടുതലും പട്ടികജാതി പട്ടികവർഗ ആദിവാസി ദളിത് വിഭാഗക്കാരായിരുന്നു. അവർക്കല്ല ഭൂമി കിട്ടിയത്. ഭൂപരിഷ്കരണത്തിൽ ഭൂമി കിട്ടിയത് സമ്പന്ന വർഗത്തിനാണ്. അല്ലെങ്കിൽ കിട്ടിയവർ സമ്പന്ന വർഗമായി, ഒരു ഇടത്തരം സമ്പന്ന വർഗമായി. അവിടെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് കേരളത്തിലെ ആദിവാസി ദളിത് വിഭാഗങ്ങൾ. അവരുടെ സമരത്തിൻ്റെ ചരിത്രം തന്നെ വളരെ രസകരമാണ്. അത് തന്നെ ഒരു മണിക്കൂർ എപ്പിസോഡിനുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ മാസം 3-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ഒരു വലിയ സമ്മേളനം നടക്കുന്നു. 4-ാം തീയതി, ജൂൺ 4-ാം തീയതി വൈകുന്നേരം, വ്യാഴാഴ്ചയാണ്, വൈകുന്നേരം 4 മുതൽ 6 വരെ തിരുവനന്തപുരം ഗാന്ധി ഭവനിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഗാന്ധി ഭവനിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടുന്നുണ്ട്. എഴുത്തുകാരനും അതുപോലെ തന്നെ വലിയ സാമൂഹ്യ പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള, പത്രത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന അനിൽകുമാർ PY, നമ്മൾ വെങ്ങാനൂർ അനിൽ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്, എൻ്റെ സുഹൃത്ത് കൂടെയാണ്. വെങ്ങാനൂർ അനിൽ അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഡിറ്റ് ചെയ്ത മണ്ണും മനുഷ്യരും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എന്ന ഒരു പുസ്തകം അന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കവറൊക്കെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് ബോധി ഗ്രാം എന്ന് പറയുന്ന ആളുകളാണ്. അത് JS അടൂർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് ഇത് നടത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠന സ്ഥാപനമൊക്കെ തിരുവനന്തപുരത്തുണ്ട്. ബോധിഗ്രാം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇവർ BR ഭാസ്കറിൻ്റെ അനുസ്മരണം നടക്കുന്നു. അതിൻ്റെ പിന്നെ അവാർഡ് കൊടുക്കുന്നു. സുബ്ബറാവു സ്മാരക സ്വദേശി ഗ്രാമവികസന അവാർഡ് ഡോക്ടർ ജേക്കബ് പുളിക്കന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ സ്വദേശി രംഗത്ത് ധാരാളം ഉൽപ്പന്നങ്ങൾ, പ്രാദേശിക സ്വാശ്രയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, സോപ്പ്, ജീപ്പ്, കണ്ണാടി, അതുപോലെ ഉള്ള ഉൽപ്പന്നം, ഞാൻ സോപ്പ്, ജീപ്പ്, കണ്ണാടി ഒരു കൊളോക്കിയലാക്കി പറഞ്ഞതാണ്, ഫുഡ് ഐറ്റങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഉൽപ്പന്നിക്കുന്നുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന പരിശീലനം, ആയിരക്കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ച് അതിൻ്റെ വിപണനം നടത്തി വളരെ സമാന്തരമായി പ്രായോഗികമായ ഒരു ഗാന്ധിയൻ കാഴ്ചപ്പാട് നടപ്പിലാക്കുന്ന ആളാണ് ഡോക്ടർ ജേക്കബ് പുളിക്കൻ. അദ്ദേഹത്തിന് സ്വദേശി സെൻ്ററൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നു. പിന്നെ വേറെ സാഹിത്യകാരന്മാർക്കൊക്കെ, വേറെ ഇതിനുമായി ബന്ധപ്പെട്ട എഴുത്തുകാർക്കൊക്കെ അവാർഡ് ഒക്കെ കൊടുക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ രമേശ് ചെന്നിത്തല, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിജിലൻസ് മന്ത്രി, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ പങ്കെടുക്കുന്നു. പിന്നെ ഏകതാ പരിഷത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള PV രാജഗോപാൽ, അതുപോലെ ഈ പാവപ്പെട്ട അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ ഗീതാനന്ദൻ, മഹേഷ് മിശ്ര, പണ്ഡിറ്റ് റാംചന്ദ് ലാൽ മെമ്മോറിയൽ, വെങ്കടേഷ് രാമകൃഷ്ണൻ, ജനറൽ എഡിറ്റർ ADM, അങ്ങനെ പിന്നെ പ്രസിഡന്റ് കൊയ്യോൻ, പിന്നെ മാധ്യമ പുരസ്കാരം കിട്ടുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന മനോഹരമായ ഒരു പരിപാടിയാണ്. ഞാൻ ഈ പരിപാടിയെക്കുറിച്ച് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്, അതൊരു കാര്യമാണ്. പക്ഷേ ഈ പുസ്തകം വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ആ പുസ്തകം എല്ലാവരും വായിക്കണം. ഏകതാ പരിഷത്തിൻ്റെ PV അനിൽകുമാർ ഏകതാ പരിഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ബോധിഗ്രാം ബുക്സിന് വേണ്ടി അതിൻ്റെ എഡിറ്ററായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തെക്കുറിച്ചും ഭൂപരിഷ്കരണം പിന്നിട്ട വഴികൾ, നവകേരള നിർമ്മിതിയും ഭൂമിയുടെ പുനർവിതരണവും,
വിനോബ ഭാവയും ഭൂദാന പ്രസ്ഥാനവും, അതിജീവന സമരങ്ങളിലെ വ്യക്തികൾ, ഒരുപാട് ആളുകൾ, മുത്തങ്ങ സമരത്തിലെ ജാനുവിനെയൊക്കെ നമുക്കറിയാം, ഗീതാനന്ദനെയും ജാനുവിനെയും ഒരുപാട് ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമരത്തിലെ വ്യക്തികൾ, അവരുടെ ജീവിത സമരം, അവരുടെ പോരാട്ട ജീവിതം, അതിജീവനത്തിലുള്ള ഭൂസമരം, വെള്ളത്തിന് തീപിടിപ്പിച്ച പ്ലാച്ചിമട മൈലമ്മ, നമുക്ക് എല്ലാവർക്കും ലോകത്തിന് വലിയ അത്ഭുതം കൊടുത്തൊരു വനിതയാണ് മൈലമ്മ. ഒരു വീട്ടുകാരിയായിരുന്ന മൈലമ്മ, വെള്ളത്തിന് മൈലമ്മ സമരം, അതായത് പ്ലാച്ചിമട സമരം, പിന്നെ ബ്രിട്ടീഷ് കമ്പനികൾക്കെതിരെ നടക്കുന്ന സമരങ്ങൾ, അവസാന പോരാട്ടങ്ങൾ, സാമൂഹ്യനീതി, ആദിവാസി ജീവിതം, ആദിവാസി ഭൂപ്രശ്നം, പിന്നെ പെസ കേരളത്തിൽ എന്ത് സംഭവിച്ചു, അരിപ്പ ഭൂസമരം, ചെങ്ങറ ഭൂസമരം, ആലക്കോട് എസ്റ്റേറ്റ് ഭൂസമരം, പിന്നെ കുറേ സമരങ്ങൾ ഇങ്ങനെ വിഴിഞ്ഞ അന്താരാഷ്ട്രം തൊട്ട് തുറമുഖം തൊട്ട് ഇനി എന്ത് എന്നുള്ള പശ്ചിമഘട്ടം എല്ലാം അരികവൽക്കരിക്കപ്പെട്ട ഒരു ശബ്ദം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള കേരളം, ഭൂപരിഷ്കരണം പിന്നിട്ട വഴികൾ, നവകേരള നിർമ്മിതിയിലൂടെ ഭൂമിയുടെ കാര്യങ്ങൾ, വിനോബ ഭാവയും ഭൂദാന പ്രസ്ഥാനവും, പിന്നെ അതിജീവന സമരം, ഇങ്ങനെ വലിയ ഭാഗമായിട്ടാണ് ഈ പുസ്തകം പോകുന്നത്. നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിങ്ങൾ വാങ്ങി എല്ലാവരും വായിക്കണം. വളരെ രസകരമാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം. നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, ഞാൻ പറഞ്ഞു, അനിൽകുമാർ, പി വി അനിൽകുമാറാണ്. കേരളിനെ കുറിച്ചൊക്കെ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. പി വി അനിൽകുമാറാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല എഡിറ്ററാണ്, നന്നായി എഴുതുന്ന ആളാണ്. അപ്പോൾ മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ധാരാളം ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളായണി കായലിനെ കുറിച്ചുള്ള പഠനവും ഡോക്യുമെൻ്ററിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, ഒരു ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ആദിവാസി ദളിത് സമര മുഖങ്ങളിലൊക്കെ ഒരു ശബ്ദമായി നിൽക്കുന്ന ആളാണ് അനിൽകുമാർ പി വൈ. അദ്ദേഹത്തിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കണം. ഇത് ബോധിഗ്രാം, JS അടൂരിൻ്റെ ബോധിഗ്രാമും, അടൂരുള്ള ബോധിഗ്രാമും, അതുപോലെ തിരുവനന്തപുരത്തുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സെൻറ്ററും കൂടെയൊക്കെയാണ്. അവിടെയൊക്കെ പുസ്തകം ലഭിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ അതിൻ്റെ സംഘാടകർ പുറത്തുവിടുമായിരിക്കും. എന്തായാലും പുസ്തകത്തിന് ഭാവുകങ്ങൾ. ഇത് വളരെ മനോഹരമായ ഒരു ചരിത്രപരമായ പുസ്തകമാണ്. ശരിക്കും ഈ പുസ്തകത്തിനല്ല പ്രാധാന്യം, അതിലെ കണ്ടന്റ് കേരള സമൂഹം ആഴത്തിൽ പഠിക്കേണ്ട സമയമായി. ഒരു രണ്ടാം ഭൂപരിഷ്കരണത്തിനുള്ള ആയുധമായി, മുന്നൊരുക്കമായി ഈ പുസ്തകത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇനിയും നിരവധി ആഴത്തിലും പരപ്പിലുമുള്ള ചർച്ച നടക്കണം. അങ്ങനെ മാത്രമേ ഡെമോക്രസിയെ നമുക്ക് ഡീപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ.